എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മൾ ഇന്ന് പറയാൻ പോണത് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ചോദ്യങ്ങളാണ്. അതില് ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് 2024 ക്രിസ്മസ് പരീക്ഷയ്ക്ക് 3 ചോദിച്ചിട്ടുണ്ട്. എല്ലാതും ചോദിച്ചിട്ടുണ്ട്. ഈ പാഠത്തിലെ എല്ലാ കൺസെപ്റ്റുള്ള ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഓർഡർ ഡിഗ്രി ചോദിച്ചിട്ടുണ്ട്, വേരിയബിൾ സെപ്പറബിൾ ചോദിച്ചിട്ടുണ്ട്, ഹോമോജനസ് ചോദിച്ചിട്ടുണ്ട്, പിന്നെ LD ചോദിച്ചിട്ടുണ്ട്. ഈ 4 ടോപ്പിക്കാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ എല്ലാം അതിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഒരു ഡിഫറൻസും എങ്ങനെയാണ് ഇത് ചെയ്യാന്ന് വേണ്ടി നമുക്ക് പറയാട്ടാ. അപ്പൊ ആദ്യം നമ്മൾ പറയാൻ പോണ വേരിയബിൾ സെപ്പറബിൾ ആണ്. വേരിയബിൾ സെപ്പറബിൾ എന്ന് പറഞ്ഞ സാധനമാണ് നമ്മൾ ചെയ്യാൻ പോണേ. ആ വേരിയബിൾ സെപ്പറബിളിലെ കഥ എങ്ങനെയാണ് മക്കളെ? നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വേരിയബിൾ സെപ്പറബിളില് ഇതാണ് നമ്മുടെ ചോദ്യം. എങ്ങനെയായിരുന്നു മക്കളെ വേരിയബിൾ സെപ്പറബിളിലെ ചോദ്യം? ഇങ്ങനെ കിടക്കുന്നുണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. വേരിയബിൾ സെപ്പറബിളിലെ ചോദ്യങ്ങള് ഇങ്ങനെയാണ് ചോദ്യം കിടക്കണേ. നമുക്ക് തന്നിട്ടുണ്ട് dy/dx is equal to 1 plus y square divided by 1 plus x square. ഇത് സോൾവ് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ വേരിയബിൾ സെപ്പറബിൾ എന്ന് പറയുന്ന കഥ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് സിമ്പിൾ ആണ്. വേരിയബിൾ സെപ്പറബിൾ അതിൽ പേരിൽ തന്നെ ഉണ്ട് വേരിയബിൾ സെപ്പറബിൾ എന്താന്നുള്ള കാര്യം. അതായത് എക്സിന്റെ ആൾക്കാരൊക്കെ ഒരു ഭാഗത്തേക്കും വൈന്റെ ആൾക്കാരൊക്കെ ഒരു ഭാഗത്തേക്കും മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പറയും വേരിയബിൾ സെപ്പറബിൾ ആണ്. ഓക്കെ അല്ലെ? എക്സിന്റെ ആൾക്കാർ ഒരു ഭാഗത്തേക്കും വൈന്റെ ആൾക്കാർ ഒരു ഭാഗത്തേക്കും മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ വേരിയബിൾ സെപ്പറബിൾ. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സിന്റെ ആൾക്കാർ വൈയുടെ ആൾക്കാർ ഇത് ഭാഗത്തേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. എങ്ങനെ മാറ്റാൻ പറ്റും മക്കളെ? ഈ 1 plus y സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലെ. അപ്പൊ dy divided by 1 plus y സ്ക്വയർ എന്നാക്കാം. dx അങ്ങോട്ട് കൊണ്ടുവരാം. dx divided by 1 plus x സ്ക്വയർ എന്നാക്കാം. അപ്പൊ എക്സിന്റെ ആൾക്കാർ വൈന്റെ ആൾക്കാർ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. dxഉം dy മുകളിൽ കിടക്കണം കേട്ടോ. അവരെ താഴ്ത്തിക്ക് ഇടാൻ പാടില്ല, ഒരു മുകളിൽ കിടക്കണം. കണ്ടാ ഇപ്പൊ നോക്കിയത് നിങ്ങള് എക്സിന്റെ ആൾക്കാർ മൊത്തം ഇവിടെ ഉണ്ട്, വൈഡ് ആൾക്കാർ മൊത്തം ഇവിടെ ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും വേരിയബിൾ സെപ്പറബിൾ ആണെന്ന് പറയും, BS എന്ന് പറയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടി ഇതിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. വെറുതെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. വെറുതെ ചുമ്മാ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ ഇന്റഗ്രൽ 1 divided by 1 plus y square ആരാ? tan inverse y ആണ്. ഇതാരാ മക്കളെ? tan inverse x ആണ്. പ്ലസ് ഒരു c ഇങ്ങോട്ട് ഇടുക. ഇത്രയുള്ള പരിപാടി. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ വേരിയബിൾ സെപ്പറബിൾ എന്ന് പറയുന്ന സാധനം. സംശയമല്ലോ? സിമ്പിൾ പരിപാടി അല്ലേ? ഇത്ര ഉള്ളോട്ടെ കഥ. ഒരു 2 മാർക്കിന്റെ ചോദ്യമാണ്. അത്രയ്ക്കല്ലോ വേരിയബിൾ സെപ്പറബിൾ ഇടാം. അപ്പൊ എക്സിന്റെ ആളും അതിന്റെ ആൾക്കാർ ഒരു ഭാഗത്തേക്ക് മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ വേരിയബിൾ സെപ്പറബിൾ. ഇതിനടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹോമോജീനസ് എന്ന് പറയുന്ന സാധനമാണ്. ഹോമോജീനസ് ഇങ്ങനെയാണ് മക്കളെ ചോദ്യം വരുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് 1 അല്ല, ഹോമോജീനസ് അങ്ങനെ എക്സ് സ്ക്വയർ y dx മൈനസ് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് dy is equal to 0. ഇതാണ് നമ്മുടെ ഹോമോജീനസിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നത്. അപ്പൊ ഹോമോജീനസ് എങ്ങനെയാണ് മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അത് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യണം. dy/dx കണ്ടുപിടിക്കാം. ഇപ്പൊ dy/dx കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യണ്ടേ? ഈ മൈനസിൽ മൊത്തം അങ്ങോട്ട് കൊണ്ടുപോവാ. അപ്പൊ എക്സ് സ്ക്വയർ y dx സമം എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഇൻറ്റു dy എന്നാവും. അതായത് ഇതിനെ സമവാക്യത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി dy/dx കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് dx-നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പൊ എക്സ് സ്ക്വയർ y ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഈസ് ഈക്വൽ ടു dy/dx ആണ്. അതായത് dy/dx എന്ന് പറയുന്ന സംഭവം കിട്ടി എക്സ് സ്ക്വയർ y ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ്. ഇതാണ് നമ്മുടെ കിട്ടിയത്. അപ്പൊ എങ്ങനെയാണ് ഹോമോജീനസ് ആവുക എന്ന് മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാല് dy/dx കണ്ടുപിടിക്കുമ്പോൾ ഒരു ന്യൂമറേറ്റർ ഉണ്ട്, ഒരു ഡിനോമിനേറ്റർ ഉണ്ട്. ഓക്കെ, ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ ഉണ്ട്. ഈ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ ടേമിന്റെയും പവറുകളുടെ സമ്മ് സെയിം ആവണം. ഓരോ ടേമിന്റെയും പവറുകളുടെ സമ്മ് സെയിം ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട ഇതിന്റെ പവറുകളുടെ സെയിം ക്യൂബാ. കാരണം നമുക്ക് y⁻1 എന്ന് എഴുതാം. ഇതിന്റെ ക്യൂബ് എത്ര? ക്യൂബ്. ഇതിന്റെയും 3, ഇതിന്റെയും 3. അപ്പൊ എല്ലാത്തിന്റെയും പവർ സെയിം ആണ്. പവറുകൾ എല്ലാത്തിന്റെയും പവറുകളുടെ സമ്മ് സെയിം ആണ് ഓരോ ടേമിന്റെയും. മാത്രല്ല പിന്നെ അടുത്തൊരു കഥ കൂടി ഉണ്ട്. എക്സും വൈയും മിക്സ് ചെയ്ത് കിടക്കും. സെപ്പറേറ്റഡ് ആയിട്ടാണ് മിക്സ് ചെയ്തിട്ടൊക്കെ എടുക്കുക. അതായത് അവരെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. സെപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ വേരിയബിൾ സെപ്പറബിൾ ആയി. പിന്നെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. എക്സിന് വൈന് മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ടാക്കാൻ പറ്റൂല. അതാണ് നമ്മുടെ രണ്ടാമത്തെ ഇതിന്റെ ഒരു കണ്ടീഷൻ. അപ്പോ ഇതിന്റെ രൂപം ശരിക്കും ഇങ്ങനെയാണ് പറയാ, f(x, y) രൂപത്തിലായിരിക്കണം. ഇനി ഇതൊരു ഹോമോജീനിയസ് ഫംഗ്ഷൻ ആവാ എന്ന് പറയുന്നതിന്റെ കഥയാണ് പറഞ്ഞത്. എക്സും വൈയും മിക്സ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. ഓരോ ടേമിന്റെയും പവറിന്റെ സമ്മ് സെയിം ആയിരിക്കും. അപ്പൊ ഇതൊരു നമ്മുടെ ഹോമോജീനിയസ് ആണെന്ന് മനസ്സിലായി. ഹോമോജീനിയസ് പറഞ്ഞു കഴിഞ്ഞാൽ പറയാ നമ്മൾ HDE എന്നാണ് പറയാ. HDE
HD ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് പറയാം. ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടി ഇങ്ങനെയാണ്. പുട്ട് കൊടുക്കണം നമ്മള്. പുട്ട് ഇങ്ങനെയാണ് കൊടുക്കുക. പുട്ട് y is equal to vx എന്നിട്ട് കൊടുക്കുക. പുട്ട് y is equal to vx. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dy by dx സമം, ഇത് പ്രൊഡക്റ്റ് റൂൾ പോലെ ചെയ്യാം. v നെ മാറ്റിയിട്ട് x നെ ചെയ്യുമ്പോൾ 1, x നെ മാറ്റിയിട്ട് v നെ ചെയ്യുമ്പോൾ dv by dx ആയിട്ട് മാറി. അതായത് v പ്ലസ് എക്സ് dv by dx ആണ് നമ്മുടെ ആര് dy by dx എന്ന് പറയുന്ന സാധനം. ഇതുകൊണ്ട് ഇതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ dy by dx ന് പകരം v പ്ലസ് എക്സ് dv by dx എന്നും, ഇനി എക്സ് സ്ക്വയർ ഇൻറ്റു വൈയുടെ പകരം വി എക്സ് എന്നും, ഇവിടെ എക്സ് ക്യൂബ് പ്ലസ് വൈയുടെ പകരം വി എക്സ് എന്നും കൊണ്ടിട്ടെടുത്തു. ഭംഗീകരിക്കുമ്പോ വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ് ഇവിടെ കിടപ്പുണ്ട്. ഇത് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് വി എന്നായിട്ട് മാറി. ഇത് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് എന്നുണ്ട്, പിന്നെ ഇവിടെ വി ക്യൂബ് എക്സ് ക്യൂബ് എന്നുണ്ട്. മക്കളെ ഈ മുകൾ ഭാഗത്ത് എക്സ് ക്യൂബ് വി അവിടെ എടുക്കട്ടെ, അടിഭാഗത്ത് എക്സ് ക്യൂബ് കോമൺ ഉണ്ട്. പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് വി ക്യൂബ് ആയിട്ട് മാറി. അപ്പൊ ഈ എക്സ് ക്യൂബ് കട്ട് ചെയ്ത് പോയി. ഇടത് ഭാഗത്തേക്ക് എടുക്കുന്നത് വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ് ആണ് ഇടത് ഭാഗത്തേക്ക് എടുക്കണം. ഇത് സംശയമില്ല, കുഴപ്പമില്ലല്ലോ. ഇത് നമ്മൾ ചെയ്യുന്ന പരിപാടി ഈ വിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. വിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ എക്സ് ഡി വി ബൈ ഡി എക്സ് സമം, ആ വിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഓൾറെഡി ഇവിടെ വി ഡിവൈഡ് ബൈ 1 പ്ലസ് വി ക്യൂബ് ഉണ്ട്, മൈനസ് വി എന്നായിട്ട് മാറും. അടിയിൽ വെറുതെ ഒരു 1 ഇട്ട് കൊടുക്കുക, എന്നിട്ടൊന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്താം. അപ്പോ വി മൈനസ് വി ഇൻറ്റു 1 പ്ലസ് വി ക്യൂബ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് വി ക്യൂബ് എന്ന് പറഞ്ഞിട്ട് വരും. ഇത് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ വി മൈനസ് വി മൈനസ് വി റേസ് ടു 4 ഡിവൈഡഡ് ബൈ 1 പ്ലസ് വി ക്യൂബ് ആയിട്ട് മാറി. ഈ വിയും ആ വിയും കട്ട് ചെയ്ത് പോയി, കുഴപ്പമില്ലല്ലോ. ഇനി വലത് ഭാഗത്ത് നോക്കിയപ്പോ വീട് ആൾക്കാർ മാത്രമല്ലോ, ഇടത് ഭാഗത്ത് എക്സ് ഉണ്ട് ഡി വി ബൈ ഡി എക്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ വീട് ആൾക്കാരെ മൊത്തം ഇങ്ങോട്ട് കൊണ്ടുവരാം. ഈ ഡി എക്സ് ബൈ എക്സിനെ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോവാ. അപ്പൊ നോക്കിക്കോട്ടാ, 1 പ്ലസ് വി ക്യൂബ് ഡിവൈഡ് ബൈ വി റേസ് ടു 4 ഡി വി സമം മൈനസ് അവിടെ കിടന്നോട്ടെ ഡി എക്സ് ഡിവൈഡ് ബൈ എക്സ് ആയിട്ട് മാറി. ഓക്കെ അല്ലെ? ഇപ്പൊ നിങ്ങൾ നോക്കിയേ, എക്സിന്റെ ആൾക്കാർ ഒരു ഭാഗത്തേക്കും വീട് ആൾക്കാർ ഒരു ഭാഗത്തേക്കായി. സംഗതി വേരിയബിൾ സെപ്പറബിൾ ആയിട്ട് മാറി. വേരിയബിൾ സെപ്പറബിൾ ആയി കഴിഞ്ഞാൽ സൊല്യൂഷൻ കണ്ടെത്താൻ നേരിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ അല്ലെ? ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. 1 ഡിവൈഡ് ബൈ വി റേസ് ടു 4 പ്ലസ് വി ക്യൂബ് ഡിവൈഡ് ബൈ വി റേസ് ടു 4 ഡി വി സമം മൈനസ് ഡി എക്സ് ബൈ എക്സ്. ഇതിനെ നേരിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇവരെ സെറ്റ് ആക്കിയതിനു ശേഷം നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഇന്റഗ്രൽ ഇതാ അറിയാം മക്കളെ, രണ്ടുപേർക്ക് ഇട്ട് കൊടുക്കുക. വി റേസ് ടു -4 ഡി വി എന്നായി. ഇതാ അറിയാം മക്കളെ, ഇന്റഗ്രൽ 1 ബൈ വി ഡി വി എന്നായി. വി ക്യൂബ് ബൈ വി റേസ് ടു 4 1 ബൈ വി ഇസ് ഈക്വൽ ടു മൈനസ് ഡി എക്സ് ബൈ എക്സ്. ഇനി ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാം. വി റേസ് ടു -4 ഡി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി റേസ് ടു -4 പ്ലസ് 1 -3 ഡിവൈഡ് ബൈ -3 എന്നാവും. ഇത് ലോഗ് വി എന്നാവും, ഇത് ലോഗ് എക്സ് എന്നായിട്ട് മാറി. മനസ്സിലല്ലോ? ഇതിനു വേണ്ടി ഭംഗിയാക്കിയിട്ട് -1/3 വി ക്യൂബ് പ്ലസ് ലോഗ് വി ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് എക്സ് എന്ന് എഴുതാം. ഇനി നമുക്ക് ആ വിയുടെ പകരം എന്തിട്ട് കൊടുക്കാം? നമുക്കറിയാം പുട്ട് y ഇസ് ഈക്വൽ ടു വി എക്സ് എന്നാണ്. അതിൽ നിന്ന് നമുക്ക് v ഇസ് ഈക്വൽ ടു y ബൈ എക്സ് എന്ന് എഴുതാം. അതോടെ ഇട്ട് കൊടുക്കുമ്പോൾ -1 ഡിവൈഡ് ബൈ 3 വിയുടെ പകരം y ബൈ എക്സ് ഓൾ ക്യൂബ് പ്ലസ് ലോഗ് വിയുടെ പകരം y ബൈ എക്സ് സമം മൈനസ് ലോഗ് എക്സ്. പിന്നെ ഒരു സിയും കൂടി നമ്മൾ അഡീഷണൽ ഇട്ട് കൊടുക്കണം, ഒരു കോൺസ്റ്റന്റ്. പരിപാടി കഴിഞ്ഞ് നമ്മുടെ ഇനി വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് ഭംഗിയാക്കാം. ഓക്കെ അല്ല? ഇതിന്റെ മുകളിലേക്ക് ഇട്ടിട്ട് വേണമെങ്കിൽ ഭംഗിയാക്കാം. ഭംഗിയാക്കിയില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. അപ്പൊ ഇത്ര ഉള്ള നമ്മുടെ വേരിയബിൾ സെപ്പറബിൾ അല്ല, നമ്മുടെ ഹോമോജീനിയസ് എന്ന് പറയുന്ന കഥ. അപ്പൊ ഹോമോജീനിയസ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഡി കണ്ടുപിടിക്കുക. എന്നിട്ട് അത് എക്സും വൈ മിക്സ് ചെയ്ത് കിടക്കുന്ന രൂപത്തിൽ കിടക്കും, ഇടകലർന്ന് കിടക്കുന്ന രൂപത്തിൽ വരും. അതാണ് f of x y എന്ന് പറയുന്ന സാധനം. മാത്രമല്ല ഓരോ ടേമിന്റെയും പവറിന്റെ സമ്മ സെയിം ആയിരിക്കും. ഓക്കെ അല്ല? ഇത് നമുക്ക് അടുത്തത് മൂന്നാമത്തേലേക്ക് പോവാം. ഇത് 4 മാർക്കിന് വെച്ച ക്വസ്റ്റൻ ആണ് കേട്ടോ. മൂന്നാമത്തേക്ക് നമ്മുടെ എൽ ഡിയിലേക്ക് കിടക്കാം. എൽ ഡി ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 2xy ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 4. ഇതാണ് നമ്മുടെ ഏതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മുടെ എൽ ഡിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എൽ ഡിയുടെ ഫോർമാറ്റ് എല്ലാവർക്കും അറിയാം. അത് ഇങ്ങനെയാണ് ഫോർമാറ്റ് വരേണ്ടത്. ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഇസ് ഈക്വൽ ടു ക്യൂ. ഈ ഫോർമാറ്റിൽ വരണം. അതിൽ പിയും ക്യൂവും എക്സിന്റെ ആൾക്കാരാണ്. അപ്പോ ഈ
എൽ ഡി എന്ന് മനസ്സിലാക്കാൻ ഒരു ഐഡിയ ഉണ്ട്. എപ്പോഴും 3 ടേമുകൾ ഉണ്ടാവും കേട്ടോ. 1, 2, 3 3 ടേമുകൾ നീ മനസ്സിലാക്കിക്കോ, അത് എൽ ഡി ആണ്. ഭൂരിഭാഗം എന്തായാലും ചോദിക്കുക എൽ ഡി ആയിരിക്കും കേട്ടോ. ഇവർക്ക് രണ്ടുപേർക്കും ചാൻസ് വളരെ കുറവാണ്. ഇത് ചോദിക്കുകയാണെങ്കിൽ ഒരു മിനിമം മാർക്ക് 2 ഒക്കെ ഉണ്ടാവുള്ളൂ. ഇത് ചോദിക്കുകയാണെങ്കിൽ ഒരു 4 വരും. പക്ഷെ അധികം വളരെ ലിമിറ്റഡ് ആയിട്ട് 2 3 തവണ മാത്രമാണ് പരീക്ഷ ചോദിച്ചുള്ളൂ. ഇതാണ് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുക കേട്ടോ, എൽ ഡി. അപ്പൊ നമ്മൾ ഇവിടെ അതേ ഫോർമാറ്റിൽ ആക്കണമെങ്കിൽ ഇവർ ഡിവൈഡേഴ്സ് മാത്രമേ പാടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ, ഫുള്ള് ഇവിടെ കൂടെ എടുക്കുന്ന ആളെ കൊണ്ട് മൊത്തം ഡിവൈഡ് ചെയ്യുക. ചോപ്പ് പാനോട് ഡിവൈഡ് ചെയ്യണം. x² + 1 കൊണ്ട് മൊത്തം ഡിവൈഡ് ചെയ്യുക. x² + 1 മൊത്തം ഡിവൈഡ് ചെയ്തപ്പോ ഈ സംഗതി എങ്ങനെയും മാറി മക്കളെ, ഇങ്ങനെ dy/dx = dy/dx plus 2xy divided by x² + 1 is equal to root of x² + 4 divided by x² + 1 ആയിട്ട് മാറി. ഇത് നമ്മുടെ എൽ ഡി ആണ്. അതിലെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ, 2x divided by x² + 1 ആണ്. Q എന്ന് പറഞ്ഞാൽ ആരാണ്, root of x² + 4 divided by x² + 1 ആണ്. അപ്പുറത്ത് കിടക്കുന്ന സംഭവം. ഇവിടെ ചെയ്യുന്ന പരിപാടി ആദ്യം ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കണം. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ അതിനെ കണ്ടുപിടിക്കാൻ വെച്ചാൽ IF എന്നാണ് ഡിനോട്ട് ചെയ്യുക. e⁻ഇന്റഗ്രൽ p dx ചെയ്താൽ മതി. e⁻ഇന്റഗ്രൽ p ഇവിടെ 2x divided by x² + 1 dx. മക്കളെ ഇവിടെ അടിഭാഗത്തെ ഡിഫറൻസിയേഷൻ അല്ല മുകളിൽ. അപ്പൊ ഒറ്റടിക്ക് ഉത്തരം ഏതാ, ലോഗ് മോഡ് x² + 1 എഴുതാം. ഓക്കെ അല്ലെ. ഇനി e⁻log വന്നു കഴിഞ്ഞാൽ ഈ രണ്ടാൾക്കാരും പോവും, ഒറ്റടിക്ക് ആ x² + 1 എഴുതാം. മോഡ് വേണമെങ്കിൽ ഏതാ, മോഡ് ഏജിലും കുഴപ്പമുള്ള കാര്യമല്ല, കാരണം x² വേണ്ടി എപ്പോഴും പോസിറ്റീവ് ആണ്, +1 എപ്പോഴും പോസിറ്റീവ് ആണ്. മോഡ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, x² + 1 കിട്ടി. ഇനി നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പുഷ്പം പോലെ കണ്ടെത്താൻ നമുക്ക് ഫോർമുല ഇങ്ങനെയാണ്, y × ഇന്റഗ്രേറ്റീവ് ഫാക്ടർ. ഇന്റഗ്രേറ്റീവ് ഫാക്ടർ ആരാ, x² + 1 is equal to integral of integrating factor into IF into Q dx എന്നാണ് ഫോർമുല. Q ആരാന്ന് അറിയാം, root of x² + 4 divided by x² + 1 dx ആണ്. മക്കളെ ഈ രണ്ടാൾക്കാരെ കട്ട് ചെയ്ത് പോയില്ലേ, സംഗതി സിമ്പിളായി. അപ്പൊ റൂട്ട് ഓഫ് x² ഇതിന് നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം, root of x² + 2² dx എന്ന് എഴുതാം. അതിന് നമ്മുടെ കയ്യിൽ റെഡി മണി ഫോർമുല ഉണ്ട്. ഇന്നോട്ട് റെഡി മണി ഫോർമുല നോക്കിക്കോട്ടാ. റെഡി മണി ഫോർമുല എഴുതാൻ പോവാണ്, y × x² + 1 is equal to, നമ്മുടെ റെഡി മണി ഫോർമുല നമ്മളെ x/2 × അതേ സാധനം പ്ലസ് a² × log മോഡ് x പ്ലസ് അതേ സാധനം x² + 2² പ്ലസ് ഒരു c. പരിപാടി ഇത്രയുള്ള കഥ. അതായത് x/2 × അതേ സാധനം പ്ലസ് a²/2 2²/2 × log മോഡ് x പ്ലസ് അതേ സാധനം. ഓക്കെ അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ച 3 ചോദ്യങ്ങള്. ഇതൊരു 2 മാർക്കിന്റെ ചോദ്യമാണ്. ഇത് 4 മാർക്കും ഇത് 4 മാർക്കും. ഇത് 2 4 മാർക്കിനുള്ള സംഭവം ഉണ്ട്. ഓക്കെ അല്ല. ഇത് എങ്ങനെ മനസ്സിലാവാന്ന് വെച്ച് കഴിഞ്ഞാല് വേരിയബിൾ സെപ്പറബിൾ മനസ്സിലാവാം. എക്സിന്റെ ആളും വൈന്റെ ആളും ഡിവൈഡേഴ്സ് ആദ്യം കണ്ടുപിടിക്കുക. എക്സിന്റെ ആൾക്കാർ ഒരു ഭാഗത്തേക്കും വൈന്റെ ആൾക്കാർ ഒരു ഭാഗത്തേക്ക് മാറ്റാൻ പറ്റി കഴിഞ്ഞാൽ വേരിയബിൾ സെപ്പറബിൾ ആണ്. അതൊരു 2 മാർക്കൊക്കെ വരെ ചോദിക്കുള്ളൂ കേട്ടോ. ഹോമോജീനിയസ് എങ്ങനെ മനസ്സിലാക്കാൻ വെച്ചാൽ ഡിവൈഡേഴ്സ് കണ്ടുപിടിക്കുക. അപ്പൊ എക്സ് വൈ മിക്സ് ചെയ്ത് കിടക്കുന്നു വിചാരിക്കുക. മിക്സ് ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, ഭൂരിഭാഗം അത് HD ആയിരിക്കും. പിന്നെ മാത്രമല്ല അതില് ഓരോ ടേമിന്റെയും വേരിയബിൾസിന്റെ പവറിന്റെ സമ്മ് സെയിം ആണെങ്കിൽ അത് ഉറപ്പായിട്ട് ആരായിരിക്കും മക്കളെ, നമ്മുടെ ഹോമോജീനിയസ് ആയിരിക്കും. ഇനി അടുത്തത് എൽ ഡി മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഡിവൈഡേഴ്സ് നിർത്തി കഴിഞ്ഞാൽ 3 ടേമുകൾ ഉണ്ടാവും. ഇവിടെ 3 ടേമുകൾ ഉണ്ടെങ്കിൽ മനസ്സിലായിക്കോ അതാരായിരിക്കും, നമ്മുടെ എൽ ഡി ആയിരിക്കും. ഓക്കെ അല്ലെ. ഇതിൽ ഏറ്റവും ചാൻസ് കൂടുതൽ എൽ ഡി ചോദിക്കാനാണ് ചാൻസ് കേട്ടോ. അപ്പോ ഓക്കെ അല്ലേ മക്കളെ, അപ്പോ ബൈ ട്ടാ.